താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് പത്രിക പിൻവലിച്ചു. ഇനി 3 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത്. അനൂപ് ചന്ദ്രനും പത്രിക പിൻവലിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ശ്വേതാ മേനനും ദേവനും തമ്മിലാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക. കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ, ബാബുരാജ് എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. ആഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. വനിതകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്നുള്ളൊരു പൊതുനിലപാട് അമ്മയിൽ തന്നെ നിലവിലിപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ സൂചിപ്പിച്ചതുപോലെ ജഗദീഷ്, അനൂപ് ചന്ദ്രൻ, ശ്വേതാ മേനൻ, ദേവൻ എന്നിവരാണ് പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുഹസിന അസു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുഹസിന, ഇപ്പോൾ ജഗദീഷും പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിലവിൽ 3 പേർ മത്സരരംഗത്തുണ്ട്. അനൂപ് ചന്ദ്രൻ പത്രിക പിൻവലിക്കുമോ? അമൃത, നിലവിൽ ജഗദീഷ് പത്രിക പിൻവലിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അനൂപ് ചന്ദ്രനും പത്രിക പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ട്. ഉടൻ തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മത്സരരംഗത്ത് ദേവനും ശ്വേതയുമായിരിക്കും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരരംഗത്ത് ഉണ്ടാവുക. ഏതെങ്കിലും കാരണവശാൽ അനൂപ് ചന്ദ്രൻ പത്രിക പിൻവലിക്കാത്ത സാഹചര്യമുണ്ടായാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പേരായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. എന്താണെങ്കിലും നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുണ്ടാക്കിയ ഒരുപാട് വിവാദങ്ങൾ, അതിനുശേഷം ഈ അമ്മ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ സുപ്രധാന പോസ്റ്റുകളിൽ നിന്ന് സിദ്ദീഖ്, അതുപോലെ തന്നെ പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാലൊക്കെ തന്നെ രാജിവെക്കുകയും അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാവുകയും പിന്നീട് ആ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടുകയും അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു നാഥനില്ലാത്തൊരവസ്ഥയൊക്കെ വരികയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ അമ്മ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരാണ് ആ ഒരു അമ്മയുടെ അമരത്തേക്ക് വരേണ്ടത് എന്നുള്ളത്, ആ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നത്, അത് ആരായാലും വലിയൊരു നിർണായകമായ ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ കൈക്കൊള്ളേണ്ട ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. അതായത് ഈ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ തന്നെ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ വലിയ രീതിയിൽ ഒരു ചർച്ചകൾ അമ്മയ്ക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്വേതാ മേനോന് പിന്തുണ അറിയിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായി വരുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ അനൂപ് ചന്ദ്രൻ, അതുപോലെ തന്നെ ദേവൻ, അതുപോലെ ശ്വേതാ മേനോൻ, ഈ 3 പേരാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തേക്ക് നിലവിൽ ഉള്ളത്. വൈകുന്നേരം വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. ഒരുപക്ഷെ അനൂപ് ചന്ദ്രൻ പിൻവലിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായും ദേവനും ശ്വേതാ മേനോനുമായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക. ദേവൻ എന്താണെങ്കിലും പത്രിക പിൻവലിക്കാനില്ല എന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോനും അതുപോലെ തന്നെ ദേവനുമായിരിക്കും കൂടുതലും സാധ്യത ഈ മത്സരരംഗത്ത്, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരരംഗത്ത് ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ, അതുപോലെ തന്നെ ബാബു രാജ് തുടങ്ങിയ ആളുകളാണ് ഈ ഒരു മത്സരരംഗത്തേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നവ്യ എന്നിവരാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അതിനിടയിൽ ആരൊക്കെ പത്രിക പിൻവലിക്കും, ആരൊക്കെ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അതിന് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്.